സിഖ് വിരുദ്ധ കലാപക്കേസിൽ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാറിന് ജീവപര്യന്തം. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് വിധി പറഞ്ഞത്. സരസ്വതി വിഹാറിൽ സിഖ് വിഭാഗത്തിൽപ്പെടുന്ന അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലാണ് നടപടി. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായി BJP അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തൻ നാരായണൻ ചേർന്നുണ്ട്. ഗൗതം, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷ്ണു, 1984-ൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്ന് കോൺഗ്രസിന്റെ പ്രവർത്തകർ രാജ്യതലസ്ഥാനത്ത് നടത്തിയ അതിക്രമം, അന്ന് സിഖ് മതവിഭാഗക്കാരെ കൂട്ടക്കുരുതി ചെയ്ത കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളാണ് സജ്ജൻ കുമാർ. ഇദ്ദേഹം മുൻ MP കൂടിയാണ്. അങ്ങനെയുള്ള സജ്ജൻ കുമാർ ഇത് സിഖ് വിരുദ്ധ കലാപത്തിലെ രണ്ടാമത്തെ കേസിലാണ് വീണ്ടും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. സരസ്വതി വിഹാർ എന്ന ഡൽഹിയിലെ ഒരു പ്രദേശത്ത് സിഖ് മതവിഭാഗത്തിൽപ്പെടുന്ന അച്ഛനെയും മകനെയും വീട്ടിൽ കയറി അതിക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം, അന്ന് ഇതിന് ദൃക്സാക്ഷിയാവുകയും ഇതിനിരയാക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഈ കൊല്ലപ്പെട്ട സിഖ് മതവിഭാഗക്കാരൻ്റെ പത്നി നൽകിയിട്ടുള്ള കേസാണ് ഇപ്പോൾ സജ്ജൻ കുമാറിന് വലിയ തിരിച്ചടിയായത്. ഇന്നിപ്പോൾ കോടതി ജീവപര്യന്തം ശിക്ഷ ഇയാൾക്ക് വിധിക്കുകയായിരുന്നു. ഇത് കൂടാതെ 1984-ൽ തന്നെ നടന്ന മറ്റൊരു സിഖ് കലാപം, പാലം നഗർ എന്ന ഡൽഹിയിലെ തന്നെ മറ്റൊരു പ്രദേശത്ത് സിഖ് കുടുംബത്തിലെ 5 പേരെ കൊലപ്പെടുത്തിയ കേസിൽ നിലവിൽ സജ്ജൻ കുമാർ ഡൽഹിയിലെ തീഹാർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. ഇത് കൂടാതെയാണിപ്പോൾ അച്ഛനെയും മകനെയും കൊലപ്പെടുത്തിയ മറ്റൊരു കേസിൽ കൂടി കോൺഗ്രസിന്റെ മുൻ MP ശിക്ഷിക്കപ്പെടുന്നത്. ഏതായാലും കോടതി വിധിയെ സ്വാഗതം ചെയ്ത് ഡൽഹി ഗുരുദ്വാര കമ്മിറ്റികൾ രംഗത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഗുരുദ്വാര കമ്മിറ്റികൾ രംഗത്തെത്തിയത്. കാരണം നരേന്ദ്രമോദി സർക്കാർ ദേശീയ തലത്തിൽ 2014-ൽ അധികാരത്തിലേറിയതിനു ശേഷം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT രൂപീകരിച്ചിരുന്നു ഈ സിഖ് കലാപം അന്വേഷിക്കുന്നതിന് വേണ്ടി. കാരണം കോൺഗ്രസ് അധികാരത്തിലിരുന്ന കാലത്തൊക്കെ ഈ കേസിന്റെ അന്വേഷണം പൂർണ്ണമായി തന്നെ പ്രഹസനമാക്കുകയും സജ്ജൻ കുമാറും ജഗദീഷ് ടൈറ്റ്ലറും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഈ സിഖ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയ പ്രതികളെ രക്ഷിക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനാൽ ആ കാലത്തൊന്നും ഇവരാരും ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. പക്ഷേ മോദി സർക്കാരിന്റെ കാലത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ആരംഭിച്ചതോടെയാണ് നിലവിൽ സജ്ജൻ കുമാറിനെ പോലുള്ള ആളുകൾ ജയിലറയ്ക്കുള്ളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനാൽ നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സിഖ് ഗുരുദ്വാര കമ്മിറ്റികൾ രംഗത്തെത്തി. അതേസമയം ചില സിഖ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇയാൾക്ക് വധശിക്ഷ തന്നെ നൽകണം. കാരണം ആയിരക്കണക്കിന് സിഖുകാരെ ഡൽഹിയിൽ അന്ന് കൂട്ടക്കുരുതി ചെയ്ത കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ് സജ്ജൻ കുമാറെന്നും അതിനാൽ ഇയാൾക്ക് ജീവപര്യന്തം പോരാ, മറിച്ച് വധശിക്ഷയാണ് നൽകേണ്ടത് എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സിഖ് നേതാക്കൾ ഇന്നിപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. വിഷ്ണു, ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.